തത്തപ്പിള്ളി ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനപക്ഷാചരണ സമാപന സമ്മേളനം നടത്തി. അച്ഛനുമമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും PN പണിക്കരുടെ സ്മരണാർത്ഥം വായനപക്ഷാചരണം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ അതിൻ്റെ സമാപന പരിപാടിയാണ് നാം ഇന്ന് ആവിഷ്കരിച്ചിരിക്കുന്നത്. PN പണിക്കർ സ്മരണം താലൂക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തി. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നമ്മളുടെ വായനശാലയിലെയും അംഗങ്ങളെയും ഉൾപ്പെടുത്താൻ അവരെല്ലാം നേരിട്ട് കണ്ട് ഭൂരിഭാഗം ആളുകളും നമ്മൾ പറഞ്ഞ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വായനശാലയിലെ അംഗങ്ങളായി വന്നു. അതുപോലെ തന്നെ പുസ്തക സമാഹരണം ആളുകളോട് പറഞ്ഞപ്പോൾ പലരും അവരുടെ വീട്ടിലിരിക്കുന്ന 3-4 പുസ്തകങ്ങളൊക്കെയാണ്. അപ്പോൾ 10-21 പുസ്തകങ്ങൾ അങ്ങനെ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് അതും കിട്ടി. ക്വിസ് മത്സരം നമ്മളോടൊരു മത്സരമായിട്ടല്ല നടത്തിയത്, എല്ലാവരും സൗഹൃദമായി സ്നേഹത്തോടു കൂടി ഇരുത്തിക്കൊണ്ട് നമ്മുടെ ഭരണസമിതി അംഗം ജയിൻ നടത്തിയ ഒരു ക്വിസ് മത്സരം, അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ പരിപാടികൾ നമ്മൾ PN പണിക്കരുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് വായനാപക്ഷാചരണത്തിൽ നമ്മൾ ഈ വായനശാല നടത്തി. എനിക്ക് ആദ്യമായ സന്തോഷം തോന്നി. കാരണം നമ്മൾ പുതിയ ഭേദഗതി വായനശാല കമ്മിറ്റിയിൽ 15 അംഗങ്ങൾ വേണം. അതിൽ 2 പേർ 40 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം, 35 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞ ഒരു ഭേദഗതി കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്തെ എല്ലാ ലൈബ്രറികളിലും നടപ്പാക്കുകയാണ്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ പല വായനശാലകളുടെയും പേര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യുവജന വായനശാല, യങ് മെൻസ് വായനശാല എന്നൊക്കെയാണ്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ കുറേ ചെറുപ്പക്കാർ പണ്ട് അവർ ഈ യുവാക്കളായിരുന്ന സമയത്ത് രൂപീകരിച്ചതാണ് ഈ വായനശാല. അവരെല്ലാം അതുകൊണ്ട് ആ പേരിട്ടപ്പോൾ എന്നാൽ യുവജന വായനശാല എന്നായിക്കോട്ടെ എന്ന് എഴുതി അങ്ങനെ വായനശാലകൾക്കൊക്കെ പേരിട്ട്. ഈ അന്ന് രൂപീകരിച്ച യുവജനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഒരു 70 വയസ്സും 80 വയസ്സൊക്കെ പിന്നിട്ട ആളുകളാണ് ഇപ്പോഴത്തെ ഈ യുവജനങ്ങൾ. അവർ തന്നെയേ വായനശാലകളുള്ളൂ. അവർ തന്നെയാണ് ഇപ്പോഴും ഭരണസമിതിയിലും വായനശാല പ്രവർത്തനത്തിലും സജീവമായിട്ടുള്ള അന്നത്തെ ഈ യുവജനങ്ങളാണ്. അവരൊക്കെ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ 2 പേര് പിടിക്കണം. ആ പരുവത്തിലായി നമ്മുടെ വായനശാലയിൽ ചെറുപ്പക്കാരുടെ ആധിക്യം, ചെറുപ്പക്കാരുടെ വരവ് വളരെ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഭരണസമിതികളിൽ ചെറുപ്പക്കാർ 2 പേര് വേണം എന്ന് തീരുമാനിച്ചത്. ഇവിടെയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ തീരുമാനിച്ചെങ്കിലും അതെല്ലാം കടലാസിലെ കണ്ടുള്ളൂ. ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ ഇവിടെ കണ്ടതിൽ അതിയായ സന്തോഷം. ചെറുപ്പക്കാർ കടന്നു വരട്ടെ. പഴയ ആളുകൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ സാംസ്കാരിക സ്വത്താണ് നമ്മുടെ സംസ്ഥാനത്തെ വായനശാലകൾ. അപ്പോൾ വായനശാലകളിലേക്ക് അവരുടെ ഭരണപരമായ കാര്യങ്ങളിൽ, അതിൻ്റെ നടത്തിപ്പുമായ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ കടന്നു വരണം. അങ്ങനെ ഒരാളെ കണ്ടതിലുള്ള അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തട്ടെ. പണിക്കർ സാറൊക്കെ വായനശാല ഉണ്ടാക്കിയ അല്ലെങ്കിൽ വായനശാല പ്രവർത്തനം ആരംഭിച്ച കാലത്ത് നിന്ന് നാം ഒരുപാട് മുന്നോട്ട് പോയി. 1970-ലാണ് PN പണിക്കർ വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. ആ ജാഥ സംഘടിപ്പിക്കുമ്പോൾ അന്ന് ആളുകൾക്ക് നമ്മുടെ സാക്ഷരത ഏതാണ്ട് വളരെ വളരെ പരിമിതമായിരുന്നു. ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഗ്രന്ഥശാലകളാണ് ആളുകൾക്ക് അക്ഷരം പഠിപ്പിക്കാനും നിശാ പാഠശാലകൾ ആരംഭിക്കാനും ഒക്കെ തീരുമാനിച്ച് അത് നടപ്പാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. വായനശാല പ്രസിഡന്റ് PS ശശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അജിത് കുമാർ ഗോതിരത്ത് ഉദ്ഘാടനം ചെയ്തു. വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സെക്രട്ടറി ഷെറീന അബ്ദുൽ കരീം, വനിതാവേദി പ്രസിഡന്റ് സുരിജ ഗിരീഷ്, ജോയിന്റ് സെക്രട്ടറി VS ചന്ദ്രൻ, നന്ദന സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.